സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. 75 വയസ്സ് കഴിഞ്ഞ രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ പാർട്ടി നേതൃത്വത്തിൽ ധാരണയായി. പ്രായപരിധിയിൽ ഇളവ് രാജയ്ക്ക് മാത്രമെന്ന് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ നാരായണ പറഞ്ഞു. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രായപരിധി കഴിഞ്ഞ 4 അംഗങ്ങൾ ഒഴിയുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സമാപിക്കാൻ പോകുന്നത് ഒരേ സ്ഥലത്തിലായിരിക്കും, പൂർണ്ണമായും ഐക്യത്തോടെയായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും നിങ്ങൾ അറിയാൻ നിൽക്കേണ്ടതില്ല. ഏത് കഥ പറഞ്ഞാലും ആ കഥയെല്ലാം പാടിപ്പോകും. പാർട്ടിക്കകത്ത് പൂർണ്ണ ഐക്യം ഉണ്ടാകും. പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യത്തിൻ്റെ പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. ആ പാർട്ടിക്ക് പാർട്ടികളെ ഏത് നല്ല കാര്യവും സന്തോഷമുണ്ടാക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഡി രാജ അദ്ദേഹത്തിന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവുണ്ടാവുക. ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബാലു? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ചണ്ഡീഗഡിലെ കിസാൻ ഭവൻ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ കിസാൻ ഭവനിലാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്നത്തെ ഈ CPI പാർട്ടി കോൺഗ്രസിൻ്റെ അവസാന ദിവസത്തെ ഈ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് പ്രധാനമായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് നടക്കേണ്ടതായുള്ള. കാരണം മറ്റ് റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അംഗീകരിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും നേരത്തെ ചർച്ചയായിരുന്നുമൊക്കെ വിഷയം CPIയുടെ ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്നതാണ്. കാരണം 75 വയസ്സ് ഡി രാജയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഡി രാജ തന്നെ CPIയുടെ ജനറൽ സെക്രട്ടറിയായി തുടരും എന്ന കാര്യം. കാരണം ഇന്നലെ ദേശീയ നിർവാഹക സമിതി ഏതാണ്ട് 3 മണിക്കൂറോളം യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് ഈ പ്രായപരിധി സംബന്ധിച്ചുള്ള, അതായത് 75 വയസ്സ് കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഡി രാജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2019 സുധാകർ റെഡ്ഡിയുടെ അനാരോഗ്യം കാരണം അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ഡി രാജ ആദ്യമായി CPIയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. തുടർന്ന് 2022 വിജയവാഡ പാർട്ടി കോൺഗ്രസിലും ഡി രാജ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജയെ സംബന്ധിച്ചിടത്തോളം ഇത് ജനറൽ സെക്രട്ടറി പദവിയിൽ 3-ാം ഊഴമാണ് വരാൻ വേണ്ടി പോകുന്നത്. ദീർഘകാലം MP ആയിരുന്നു. 1994 മുതൽ CPIയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. ഈ പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 അംഗങ്ങൾ ഒഴിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നാരായണ, അതുപോലെ തന്നെ അസീസ് പാഷ, പല്ലബ് സിംഗ് ഗുപ്ത അടക്കം 4 പേർ ഒഴിയുന്നതായിരിക്കും. ഇവർക്ക് പകരം വരുന്നതിൽ പി സന്തോഷ് കുമാർ, കേരളത്തിൽ നിന്നുള്ള പി സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പ്രകാശ് ബാബുവിന്റെ പേരും വളരെ സജീവമായി തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലു, എന്തായാലും CPI ദേശീയ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. 75 വയസ്സ് കഴിഞ്ഞ രാജയ്ക്ക് മാത്രമാണ് ഈ ഒരു പ്രായപരിധിയിൽ ഇളവ് നൽകാൻ പാർട്ടി നേതൃത്വത്തിൽ ധാരണയായിട്ടുള്ളത്. മറ്റാർക്കും ഈ ഒരു ഇളവില്ല എന്നുള്ളതാണ് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തത്.